ഹലോ. അപ്പോൾ ആദ്യം തന്നെ എല്ലാ സഹോദരിമാർക്കും അമ്മമാർക്കും എല്ലാവർക്കും വനിതാ ദിന ആശംസകൾ ട്ടോ. ഇന്ന് നമുക്ക് അതുമായി ബേസ് ചെയ്തിട്ട് ഒരു പെയിൻറ്റിങ് ചെയ്താലോ? വാട്ടർ കളറിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാനൊരു പീച്ച് കളറാണ് ലൈറ്റായിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മുടെ ആ മുഖത്തിൻ്റെ ഒരു ഷെയ്ഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പീച്ച് കളറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അത് കുറച്ചും കൂടി ഡാർക്കായിട്ട് അതിന് മുകളിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു യെല്ലോ കളർ വെച്ചിട്ട് എല്ലാ ഭാഗത്തും കൊടുക്കുന്നില്ല, ചെറിയ വൈറ്റ് പോർഷൻസും പിന്നെ പീച്ചിൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ നമ്മൾ വിടുന്നുണ്ട്. പിന്നെ ഒരു ഓറഞ്ച് കൊടുത്തിട്ട് ബാക്കി ഭാഗങ്ങളിൽ ഷെയ്ഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും വരച്ച് നോക്കുക കേട്ടോ. വളരെ ലൈറ്റായിട്ടാണ് കൊടുക്കുന്നത്. ഫസ്റ്റ് നമ്മൾ കൊടുക്കുമ്പോൾ അത് കുറച്ച് ഡാർക്കായി തോന്നുമെങ്കിലും അതൊന്ന് ഡ്രൈ ആവുമ്പോൾ വളരെ ലൈറ്റായിട്ടാട്ടോ കാണുന്നത്. പിന്നെ ആ വൈറ്റ് പോർഷൻ നമ്മൾ വിട്ട് കളയണം. പിന്നെ ഇതൊരു റെഡ് കളറാണ്, പക്ഷേ നമ്മൾ കുറച്ചും കൂടി വെള്ളം ചേർത്ത് ലൈറ്റ് ആക്കിയാൽ അതൊരു റോസ് കളറിലേക്ക് വരും കേട്ടോ. അപ്പോൾ അത് നല്ല രസമാണ് സ്കിൻ ടോണിന് കാണാൻ. അങ്ങനെ ചെയ്യാം. പിന്നെ അതേപോലെ ഞാൻ പേന വെച്ചിട്ടാണ് കണ്ണും ഐബ്രോസും ഒക്കെ ചെയ്യുന്നത്. കാരണം അത് പെയിൻറ്റ് അത്രയും പോയിൻറ്റഡ് ആയിട്ട് ഉള്ള ബ്രഷ് എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. പോയിൻറ്റഡ് ബ്രഷ് ഉള്ള ആൾക്കാർ അങ്ങനെ ചെയ്യാം. പിന്നെ പേന വെച്ചാകുമ്പോൾ ഒന്നും കൂടി എന്താ പറയുക, ക്ലിയർ ആയിരിക്കും. ബ്രഷ് വെച്ചാകുമ്പോൾ ഇനി തെറ്റാൻ സാധ്യത ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ലിപ്പ് ഫസ്റ്റ് യെല്ലോ കൊടുത്തിട്ട് പിന്നെ റെഡാണ് ചെയ്തിട്ടുള്ളത്. ഒരു വൈറ്റ് പോർഷൻ നമ്മൾ ഹൈലൈറ്റിന് വേണ്ടിയിട്ട് അവിടെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ നമുക്ക് ഹെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈറ്റ് ബ്ലൂവും പിന്നെ ഡാർക്ക് ബ്ലൂവും ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആ ഹെയറിൻ്റെ ലൈൻസ് ഒക്കെ വരച്ചിട്ടുള്ളത് പേന കൊണ്ടാട്ടോ, ബ്ലാക്ക് പെൻ കൊണ്ടാണ്. പിന്നെ ഈ ഒരു സൈഡിലുള്ള ഫ്ലവർ അത് നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം കേട്ടോ. ഞാനിവിടെ റോസ്, ബ്ലൂ, അതേപോലെ തന്നെ യെല്ലോ, ഓറഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സാരീൻ്റെ ഭാഗത്തും നമുക്ക് നമ്മളെ സ്കിൻ ടോൺ ചെയ്ത പോലെ തന്നെ ആദ്യം യെല്ലോ കൊടുത്തു, പിന്നെ കുറച്ച് ഓറഞ്ചും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലൗസിൻ്റെ ഭാഗത്ത് കുറച്ചൊരു ബ്ലൂ കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. പിന്നെ ആ ലൈൻസൊക്കെ നമുക്ക് ഔട്ട്ലൈൻ ഒന്നും കൂടി കാണുന്ന വിധത്തിൽ പേന കൊണ്ട് വരച്ചു കൊടുക്കുക. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ സിമ്പിളായിട്ട് നമുക്ക് വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഡ്രോയിങ് ഇഷ്ടമായാൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എന്തായാലും കമൻറ്റ് ചെയ്യണേ.